ഈ ഒരു വീഡിയോയിൽ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിക്കോഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. റിക്കോഷെ WWE വിടാൻ പോവുകയാണ്. അത് ഈ ഒരു സമ്മറി അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺട്രാക്ട് അവസാനിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സോ ആ ഒരു കോൺട്രാക്ട് അവസാനിക്കുമ്പോൾ റിക്കോഷെ WWE വിടുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. WWE അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു സമ്മർ അറിയുമ്പോൾ അടുത്ത് കഴിയുമ്പോൾ അദ്ദേഹം WWE വിടും എന്നുള്ള കാര്യം. എന്തായാലും എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒട്ടും ചേരുന്ന ഒരു കമ്പനിയല്ല WWE എന്ന് പറയുന്നത്. WWE കുറേ അധികം പ്രമേയമുണ്ട്, അങ്ങനെയുള്ള മറ്റ് പല കാര്യങ്ങളുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് കൂടുതലായിട്ട് ലുച്ച ലിബ്ര അല്ലെങ്കിൽ അതുപോലുള്ള റെസ്ലിംഗ് കമ്പനീസാണ്, കുറച്ചുകൂടെ ജംപ്സ് ഫ്ലിപ്സ് ഒക്കെയുള്ള റെസ്ലിംഗ് കമ്പനീസാണ് ചേരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അദ്ദേഹം അവിടേക്ക് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹം AEWയിലേക്ക് പോകാനാണ് സാധ്യത കൂടുതലെന്ന്. അതിനുള്ള കാരണങ്ങൾ കുറേ ഉണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ നമുക്ക് കണ്ട് തന്നെ അറിയാം അദ്ദേഹം എവിടേക്ക് പോകുന്നു. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സാമന്ത ഇർവിൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ റിക്കോഷയുടെ പാർട്ണറാണ്. സോ അതുകൊണ്ട് തന്നെ സാമന്ത ഇർവിനും AEWയിലേക്ക് പോകുമോ എന്ന തരത്തിലുള്ള റൂമറുകളുണ്ട്. അതായത് നമ്മുടെ റിക്കോഷെ WWE വിടുമ്പോൾ സാമന്തയും WWE വിടുമോ എന്ന തരത്തിലുള്ള റൂമറുകൾ പരക്കുന്നുണ്ട്. കൺഫേം ഒന്നുമല്ല. എന്തായാലും നമുക്കറിയാൻ സാധിക്കുന്നത് സാമന്ത ഇർവിന് നല്ല രീതിയിലുള്ള ഫാൻസ് അറ്റൻഷനുണ്ട്. നല്ല രീതിയിൽ ഫാൻസ് പ്രത്യേകിച്ച് ആ ഒരു കോഡ് റോഡ്സിൻ്റെ സംഭവങ്ങളൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ കാണും. അതായത് ആ ഒരു റെസ്ൽമേനിയ വിജയിച്ചത്. സോ അത് കഴിഞ്ഞ് സാമന്ത ഇർവിന് നല്ല രീതിയിലുള്ള ഫാൻസാണ്. സാമന്ത ഇർവിൻ ചില പേരുകളൊക്കെ അനൗൺസ് ചെയ്യുന്നത് കേൾക്കാൻ പ്രത്യേക രസമാണ്. സോ അതുകൊണ്ട് തന്നെ മിക്കവാറും അവരെ WWE വിട്ട് കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നല്ല ടാലൻ്റാണ് ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം റിക്കോഷി ഉള്ളതുകൊണ്ടാണ് സാമന്ത ഇർവിൻ ഇവിടെ വരാനുള്ള കാരണമെന്ന് പലരും പറയുന്നുണ്ട്. എന്തായാലും അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. സോ റിക്കോഷിയെ പോകുമ്പോൾ സാമന്ത ഇർവിനും പോകും എന്ന തരത്തിലുള്ള റൂമറുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല WWE വിട്ട് കളയുമെന്ന്. സോ സാമന്തിയും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഭർത്താവ് വേറൊരു കമ്പനിയിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയും പോകണം എന്നൊന്നും ഇല്ലല്ലോ. സോ എനിക്ക് തോന്നുന്നു അവരിവിടെ തന്നെ തുടരുമെന്ന്. പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് WWE റോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആയിട്ട് അത് അടുത്ത് നടക്കാൻ പോകുന്ന WWEയുടെ ടിക്കറ്റ് എല്ലാം സോൾഡ് ഔട്ട് ആയെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു 40ാമത്തെ റോ എപ്പിസോഡാണ് 2024 ശേഷം സോൾഡ് ഔട്ട് ആകുന്നത്, കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആകുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റെസൽമേനിയയ്ക്ക് മുമ്പ് വരെ എല്ലാ ഷോസും റോയുടെ എല്ലാ ഷോസും 2024 സോൾഡ് ഔട്ട് ആയിരുന്നു. പക്ഷേ റെസൽമേനിയ കഴിഞ്ഞ് കുറച്ച് ഷോസൊന്നും സോൾഡ് ഔട്ട് അല്ലായിരുന്നു. സോ എന്തായാലും ബാക്ക് ടു ദ ട്രാക്കാണ് WWE റോ എന്ന് എടുത്തു പറയാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡൊമിനിക്ക് അതുപോലെ തന്നെ ലിവ് മോർഗൻ ഇവരുടെ ആ ഒരു സെഗ്മെൻറ്റ് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം WWE അങ്ങനത്തെ സെഗ്മെൻറ്റൊക്കെ വന്നിട്ട് കുറച്ച് ആളായി. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സെഗ്മെൻറ്റ് കാണാൻ കുറേ പേര് ഉറപ്പായിട്ടും ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ റേറ്റിങ്ങും റോയുടെ കൂടെ നല്ല സാധ്യതയുണ്ട് ആ ഒരു സെഗ്മെൻറ്റ് കാണാൻ. സോ എന്തായാലും എനിക്ക് തോന്നുന്നു അതൊരു നല്ല രീതിയിലുള്ള സെഗ്മെൻറ്റ് പിന്നെ നമ്മുടെ മാമിയും കൂടെ വരണം, അതായത് നമ്മുടെ റിയ റിപ്ലിയും കൂടെ വരണം, പിന്നെ അവർ തമ്മിലുള്ള സംഭവങ്ങൾ. സോ അങ്ങനെ നല്ലൊരു സ്റ്റോറി വേണമെങ്കിൽ അതിലുണ്ട്. WWE നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ല സംഭവം തന്നെ കാണാൻ സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഏഞ്ചൽ ഗാർസിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. എന്തായാലും റിക്കോഷെ WWE വിടുകയാണെന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും അതുപോലെ തന്നെ ഏഞ്ചൽ ഗാർസി ഇപ്പോൾ WWE വിടാനുള്ള സാധ്യതകളുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഏഞ്ചൽ ഗാർസയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നല്ല ടാലൻറ്റഡ് ആണ് ഏഞ്ചൽ ഗാർസ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫൈറ്റിനെക്കാട്ടി കൂടുതൽ അല്ലാതുള്ള സെഗ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. സോ അവിടെയൊക്കെ ഏഞ്ചൽ ഗാർസി ഒന്ന് കൊണ്ടുവരാൻ WWE ശ്രമിക്കണമായിരുന്നു. പക്ഷേ WWE ഭാഗത്തു നിന്ന് അത്ര വലിയ നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സോ അദ്ദേഹത്തിന് പറ്റിയ ഷോ എനിക്കൊന്ന് AEW അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷോ ആയിരിക്കും. എനിക്കൊന്ന് AEW ആണ് അദ്ദേഹത്തിന് പറ്റിയൊരു ഷോ എന്ന് പറയുന്നത്. റെസ്ലിങ്ങിനെക്കാട്ടി കൂടുതലും അദ്ദേഹം അല്ലാതുള്ള അഭിനയിക്കാനൊക്കെ നല്ല പൊളിയായിട്ടുള്ള വ്യക്തിയാണ്. സോ ഉറപ്പായിട്ടും ഏഞ്ചൽ ഗാർസ AEWയിലേക്ക് പോകുന്നതാണ് എന്തുകൊണ്ട് നല്ലതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അദ്ദേഹം വിടും എന്ന കാര്യത്തിൽ റൂമറുണ്ട്. ഈ ഒരു സമ്മറി കുറേ പേരുടെ കോൺട്രാക്റ്റ് അവസാനിക്കുന്നുണ്ട്. ആ ഒരു കൂട്ടത്തിൽ ഏഞ്ചൽ ഗാർസ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ അദ്ദേഹം പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഞാനൊരു ആൽബർട്ടോ ഡെൽറിയുടെ ഒരു നെക്സ്റ്റ് ലെവൽ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നൊരു വ്യക്തിയാണ് ഏഞ്ചൽ ഗാർസ. പക്ഷേ ഏഞ്ചൽ ഗാർസ അങ്ങനെയൊക്കെ വരാൻ സാധിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ WWE ആ ഒരു രീതിയിൽ അദ്ദേഹത്തെ കാണിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു രീതിയിൽ ഉയരാൻ സാധിക്കാതിരുന്നത്. അല്ലെങ്കിൽ ആ ഒരു രീതിയെക്കാട്ടി അല്ലെങ്കിൽ അതിന് മുകളിൽ പോകാൻ പറ്റിയൊരു സൂപ്പർ സ്റ്റാർ തന്നെയായിരുന്നു. എന്തായാലും ഏഞ്ചൽ ഗാർസ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ WWE വിട്ടുപോയിട്ട് പിന്നെ ഭാവിയിൽ എപ്പോഴെങ്കിലും തിരിച്ചു വരുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലൊരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സെത്ത് റോളിൻസുമായിട്ട് വന്നപ്പോഴൊരു അപ്ഡേറ്റ് ആണ്. ഇത് എത്രത്തോളം സത്യമായിട്ടുള്ള കാര്യമാണെന്ന് അറിയില്ല. പക്ഷേ ഒരു റൂമറായിട്ട് പുറത്തേക്ക് കേൾക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ വർഷം ഇനി സെത്ത് റോളിൻസിൻ്റെ റിട്ടേൺ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള റൂമറാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് അത്രത്തോളം കൺഫേംഡ് ആയിട്ട് പറയാൻ പറ്റുന്ന എക്സാൻഡിൽസ് ഒന്നും അല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ചിലയിടത്തുനിന്ന് കേൾക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഇനി ഈ വർഷം വരില്ല, ഇനി അടുത്ത വർഷം മാത്രമേ സെത്ത് റോളിൻസ് WWEക്ക് റിട്ടേൺ ചെയ്യത്തുള്ളൂ എന്ന തരത്തിലാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും നമുക്കൊന്നും അറിയില്ല. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഈ ഒരു വർഷം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു വർഷമായിരുന്നു. കുറച്ച് നാളൊക്കെ അദ്ദേഹം വളരെ മോശം രീതിയിൽ പോയിക്കൊണ്ടിരുന്നു, തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് WWE ചാമ്പ്യൻഷിപ്പ് കിട്ടിയപ്പോൾ അത് ഒരു മാസത്തിൽ കൂടി നിൽക്കില്ല എന്ന് എല്ലാവരും പറഞ്ഞു.
എന്നിട്ടും അദ്ദേഹം ഒരു മാസത്തോളം അടുത്ത ആ ഒരു ചാമ്പ്യൻഷിപ്പ് അദ്ദേഹം കൊണ്ടുവരുന്നു. അപ്പോൾ അത്രയും മികച്ചൊരു താരമാണ് സെത്ത് റോളിൻസ്. അതായത് ആ ഒരു അദ്ദേഹം താഴേക്ക് പോയ രീതിയിൽ നിന്ന് പെട്ടെന്നൊരു ഞാൻ നേരത്തെ വീഡിയോ ചെയ്തപ്പോൾ അതായത് സെത്ത് റോളിൻസിൻ്റെ അവസ്ഥ ആ ഒരു രീതിയിലേക്ക് പോയപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു സെത്ത് റോളിൻസ് ഉറപ്പായിട്ടും ഹൈ ഒരു പുഷ് സെത്ത് റോളിൻസിന് എന്തായാലും കിട്ടുമെന്ന്. സോ അത് ഉറപ്പായിട്ട് സെത്ത് റോളിൻസിന് കിട്ടി. സെത്ത് റോളിൻസിന് എത്ര താഴേക്ക് പോയാലും അതിനൊരു സമയത്ത് നമ്മൾ വരുമ്പോൾ ഒരു നല്ല പുഷ് കിട്ടും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇപ്പോഴത്തെ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സെത്ത് റോളിൻസ് ആരാധകർക്ക് വളരെ നിരാശാജനകമായിട്ടൊരു കാര്യമാണ് പുറത്തേക്ക് വരുന്നത്. സെത്ത് റോളിൻസ് ഉടനെ റിട്ടേൺ ചെയ്യില്ല, അടുത്ത വർഷം മാത്രമേ റിട്ടേൺ ചെയ്യത്തുള്ളൂ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അത്ര കൺഫേം അല്ല, ഒരു റൂമർ മാത്രമാണ്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹിഗീലിയോ എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ ഡബ്ല്യുഡബ്ല്യുഇക്ക് വരാനുള്ള സാധ്യതകളുണ്ടെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. ബ്ലഡ് ലൈനിൻ്റെ ആ ഒരു ഇത് വരുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ്, ആ ഒരു സമോവൻ ഫാമിലി വരുന്നൊരു സൂപ്പർ സ്റ്റാറാണ്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉടനെ ബ്ലഡ് ലൈൻ ജോയിൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്നാണ് പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം NJPW വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ അതിൻ്റെ അവസാന മാച്ച് കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോൺട്രാക്റ്റ് എല്ലാം അവസാനിച്ചു എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഡബ്ല്യുഡബ്ല്യുഇക്ക് വരാനുള്ള സാധ്യതകളുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും കുറേ അധികം ബ്ലഡ് ലൈനുള്ള സൂപ്പർ സ്റ്റാർ ഡബ്ല്യുഡബ്ല്യുഇക്ക് വരുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇനി ആരൊക്കെ വരുമെന്ന് നമുക്ക് കണ്ടറിയണം. ഈ ടോങ്കാലോവ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ ഞാൻ വരുമെന്ന് വിചാരിച്ചില്ല. അതിന് റസ്ലിംഗ് കണ്ടപ്പോൾ എനിക്ക് അത്ര വലിയൊരു റസ്ലറായിട്ടൊന്നും തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് അത് കൊണ്ടുവന്നത് എന്നുള്ള കാര്യവും അറിയത്തില്ല. ഒരുപക്ഷെ നേരത്തെ ഡബ്ല്യുഡബ്ല്യുഇ വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിനെ കൊണ്ടുവന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഹിഗീലിയോ എന്ന് പറയുന്നതൊക്കെ സൂപ്പർ സ്റ്റാറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല NJPW അത്യാവശ്യം നല്ല പെർഫോമൻസ് ചെയ്തിട്ടുള്ള സൂപ്പർ സ്റ്റാറാണ്. സോ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടൊരു നല്ല കാര്യമായിരിക്കും. എന്തായാലും ബ്ലഡ് ലൈനിൻ്റെ ആ ഒരു പവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചിലവർ പോകുന്നു, ചിലവർ വരുന്നു, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് വരുന്നു. സോ ഒരു ഹിസ്റ്ററി തന്നെ എഴുതേണ്ട ഒരു സ്റ്റോറി ലൈൻ ആണെന്നാണ് എനിക്ക് ഈ ഒരു ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി ലൈൻ കാണുമ്പോൾ തോന്നുന്നത്. സോ അങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സ്റ്റോറി ലൈൻ എൻഡ് ആകുമെന്ന്. ഈ ഒരു സ്റ്റോറി ലൈൻ എൻഡ് ആയി കഴിഞ്ഞാൽ ഇതിലുള്ള പല സൂപ്പർ സ്റ്റാർസ് എന്ത് ചെയ്യും എന്നുള്ളതും വലിയൊരു ചർച്ചാ വിഷയം തന്നെയാണ്. സോ എന്തായാലും എൻഡ് ആകില്ലെന്ന് വിചാരിക്കുന്ന ഓരോ ബ്ലഡ് ലൈൻ മെമ്പേഴ്സ് വരും, അവർ പിന്നെ അതിനെ കൊണ്ടുപോകും. നമുക്കറിയാം ആദ്യമേ റോമൻ റെയ്ൻസ് നയിച്ചു, പിന്നെ ഇപ്പോൾ സോളോ സിക്കാവോ നയിക്കുന്നു, ഇടയ്ക്ക് ജോയൂസോ നയിച്ചു, പിന്നെ ഇടയ്ക്കകത്ത് സാമീസയും കയറി വന്നു. ഇനിയും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് UFC ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. അതായത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. അതായത് ആദ്യത്തെ ഇന്ത്യക്കാരിയായി മാറിയിരിക്കുകയാണ് പൂജ തോമർ എന്ന് പറയുന്ന ഒരു വ്യക്തി. അവർ ആദ്യമായിട്ട് ഒരു വിജയം UFC നേടിയെടുത്ത ആദ്യ ഇന്ത്യക്കാരി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു മാച്ചിൽ പൂജ തോമർ അതുപോലെ തന്നെ റയാന ഡോസ് സാന്റോസ് തമ്മിൽ നടന്നൊരു മാച്ചിൽ പൂജ തോമർ വിജയിക്കുമായിരുന്നു. പിന്നെ ഈ ഒരു മാച്ചുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. എന്താണ് ആ ഒരു പ്രശ്നം എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഒരു മാച്ച് കണ്ടവരുണ്ടെങ്കിൽ പറയുക. അതായത് ഈ ഒരു മാച്ചിൽ ഇൻകറക്റ്റാണ് ആ ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള എന്താ പറയുക പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതായത് ആദ്യത്തെ കുറച്ച് റൗണ്ടുകളിൽ നമ്മുടെ റയാൻ ഡോസ് സാന്റോസ് മുന്നിട്ട് നിൽക്കുകയായിരുന്നു. അവസാനം വന്നപ്പോൾ നമ്മുടെ പൂജ തോമർ വിജയിച്ചു. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഡിസിഷനുണ്ടായ തീരുമാനത്തെ ബന്ധപ്പെട്ട് കുറേയധികം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും കണ്ടവരുണ്ടെങ്കിൽ പറയുക ആരായിരുന്നു ശരിക്കും വിജയിക്കേണ്ടതെന്ന്. എന്തായാലും പൂജ തോമർ വിജയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ വ്യക്തിയാണ് UFC വിജയിക്കുന്നത്. എന്തായാലും കൺഗ്രാജുലേഷൻ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കോഡി റോഡ്സും അതുപോലെ തന്നെ നമുക്ക് AJ സ്റ്റൈൽസും തമ്മിലുള്ള മാച്ച് ക്ലാഷ് ഓഫ് ദി കാസിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നേരത്തെ ഒരു മാച്ച് മാറ്റി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു, പക്ഷേ ഇപ്പോൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു സ്ട്രീറ്റ് ഫൈറ്റ് മാച്ചാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സ്ട്രീറ്റ് ഫൈറ്റ് മാച്ച് അല്ല, ഐ ക്വിറ്റ് മാച്ചാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു മാച്ച് വേറെ ലെവൽ രീതിയിൽ പോകും. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഐ ക്വിറ്റ് മാച്ച് നമുക്കറിയാം അത് ഏത് ലെവലിലൊക്കെ പോകുമെന്ന്. സോ നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും എന്തുകൊണ്ടാണ് മണി ഇൻ ദ ബാങ്കിലേക്ക് മാറ്റി വന്ന് മറിഞ്ഞ മാച്ച് ഇപ്പോൾ ക്ലാഷ് ഓഫ് ദി കാസിലേക്ക് വീണ്ടും കൊണ്ടുവന്നതെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം. സോ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.